വർഷം എത്രയോ പ്രശ്നസങ്കീർണമായിരുന്നു ഓരോരുത്തരെ സംബന്ധിച്ചും. ശാരീരികമായി, മാനസികമായി ഒക്കെ വളരെ പ്രതിസന്ധികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന, വേദനകളിൽ കൂടി, നൊമ്പരങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ടി വന്ന സംഭവ ബാഹുല്യമുള്ള ഒരു വർഷമാണ് ഈ 2024. കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ ഇതുവരെയും സൂക്ഷിച്ചു. ധാരാളം നാം ദൈവത്തിന് നന്ദി പറയുവാൻ ബാധ്യസ്ഥരാണ്. ഏതെങ്കിലുമൊക്കെ പ്രത്യേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, എല്ലായ്പ്പോഴും നാം നമ്മുടെ കർത്താവിന് നന്ദി പറയുവാൻ ബാധ്യസ്ഥരാണ്. 116-ാമത്തെ സങ്കീർത്തനം അത്തരത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ കർത്താവിന് നന്ദി പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 116-ാമത്തെ സങ്കീർത്തനം. 1-ാമത്തെ വാക്യം തന്നെ ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അതേ തുടർന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ വ്യത്യസ്ത നിലകളിൽ താന് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച നന്മകളെക്കുറിച്ച് താന് അയവിറക്കുന്നുണ്ട്. കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാലിനെ വീഴ്ചയിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് ഒക്കെ ദൈവം വിടുവിച്ചു. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു: മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അങ്ങനെ പറഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഈ ഉപകാരങ്ങളെ കുറിച്ചെല്ലാം ഓർത്തിട്ട് താന് അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് എൻ്റെ നേർച്ചകളെ അവൻ്റെ സകല ജനവും കാണുകെ കഴിക്കും. പ്രാപിച്ച എല്ലാവരുടെയും നന്ദി അർപ്പണം രഹസ്യമായിരിക്കരുത്. പ്രാപിച്ച എല്ലാവരുടെയും നന്ദി അർപ്പണം പരസ്യമായിരിക്കണം. കർത്താവ് നമുക്ക് ചെയ്ത ഒരു ഉപകാരവും രഹസ്യത്തിലല്ല. കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം പരസ്യത്തിലാണ്. ഹല്ലേലൂയ. ഇതിനു മുൻപ് നമ്മൾ ഓർത്തിട്ടുണ്ട്, നമുക്ക് തലമുറകളെ നൽകിയത്, തലമുറകൾക്ക് ജോലി നൽകിയത്, സഞ്ചരിക്കാൻ വാഹനം നൽകിയത്, പാർക്കുവാൻ വീട് തന്നത്. ഇതെല്ലാം രഹസ്യത്തിലല്ല ദൈവം നമുക്ക് തന്നത്, ഇതെല്ലാം പരസ്യത്തിലാണ്. 10 പേർ കാണുകയാണ് കർത്താവ് ഈ നന്മകളൊക്കെ നമുക്ക് തന്നത്. ഹല്ലേലൂയ. രോഗക്കിടക്കയിൽ കിടന്ന് നമ്മെ എഴുന്നേൽപ്പിച്ച് ദൈവം നടത്തിയില്ലേ? എത്രയോ പേര് അങ്ങനെ ആ കിടപ്പിൽ അവരുടെ ജീവിതയാത്ര തുടരുമ്പോൾ നമുക്ക് എഴുന്നേൽക്കുവാനും നടക്കുവാനും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനും ഒക്കെ ദൈവം നമ്മുടെ ആയുസ്സിനെ ശേഷിപ്പിക്കുമ്പോൾ ശാന്തമായിട്ടിരുന്ന കർത്താവിന് നന്ദി പറയുന്നത് നല്ലതാണ്, അതിനകത്ത് തെറ്റില്ല. എങ്കിലും ദൈവിക വിടുതലുകൾ പ്രാപിച്ചവരുടെ അതരത്തിൽ നിന്ന് മറ്റുള്ളവർ കാണുക സ്തുതി പുറത്തു വരുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. ഹല്ലേലൂയ. ഇന്ന് സമയത്തിന് നമുക്ക് ഒത്തിരി പരിമിതിയുള്ള ഒരു ദിവസമാണെങ്കിലും 12 മാസം പുറകോട്ടൊന്ന് നോക്കിക്കേ. എത്ര ആഴ്ചകൾ നമ്മൾ തകർന്നു പോയെന്ന് വിചാരിച്ച് എത്ര ദിവസങ്ങൾ, നമ്മുടെ കണ്ണ് നനഞ്ഞ് എത്ര വിഷയങ്ങൾ, നമ്മുടെ ഉറക്കം കേട്ട എത്ര രാത്രികൾ, പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടു പോയ എത്രയോ ജീവിതത്തിന്റെ മേഖലകൾ. ഇതിനെയൊക്കെ താണ്ടാൻ നമ്മുടെ കൈക്കരുത്തുകൊണ്ടോ നാം കഴിച്ച ഭക്ഷണത്തിന്റെ ബലമോ അല്ല, നമ്മുടെ അകത്തെ ബലം കൊണ്ടാണ്. അകത്തെ മനുഷ്യന്റെ ബലം കൊണ്ട് പുറത്തെ പ്രതിസന്ധിയെ അതിജീവിച്ചവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കർത്താവ് പകർന്ന ബലത്തിനായി സ്തോത്രം പറയാം. ഹല്ലേലൂയ. അകബലമാണ് ഒരർത്ഥത്തിൽ നമ്മളെ പുറത്തെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത്. അതുകൊണ്ട് അകത്തൊരാത്മീക ബലമുണ്ടെങ്കിൽ പുറമേ ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം നമുക്ക് കടക്കാൻ നമ്മുടെ അകത്തെ ആത്മീക ബലത്തിന് നമ്മെ ആ നിലയിൽ നിർത്തുവാനായിട്ട് പറ്റും. ഹല്ലേലൂയ. മനസ്സ് ക്ഷീണിച്ചാൽ നമുക്ക് ഒത്തിരി മുൻപോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് ക്ഷീണിക്കാതെ കർത്താവ് നമുക്ക് പകരുന്ന ആത്മബലത്തിനായി നാം നന്ദി പറഞ്ഞേ മതിയാകും. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ആരാധന ഒരു നന്ദി അർപ്പണത്തിന്റെ ആരാധനയായി തീരട്ടെ. ദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല എങ്കിൽ കൂടി നമ്മുടെ അതരത്തിൽ നിന്ന് സ്തോത്രം അനർഗളമായി പ്രവഹിക്കുന്ന ഒരു പകലായി മാറട്ടെ. അതാണ് ആരാധനയായി ഇന്ന് പകലിൽ നമ്മുടെ കർത്താവ് സ്വീകരിക്കുന്നത്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ചുമ്മാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റത്തില്ല. നന്മ കിട്ടിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റത്തില്ല. അനുഗ്രഹം ലഭിച്ചത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റത്തില്ല. 50 കൊല്ലമായി നമ്മൾ വിശ്വാസത്തിലാണെന്ന പാരമ്പര്യം കൊണ്ടും നമ്മുടെ വാ തുറക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സ്തുതിക്കണമെങ്കിൽ അതൊരു കാഴ്ചപ്പാടിന്റെ വിഷയമാ. കരത്തിൽ പ്രാപിച്ച നന്മയുടെ വിഷയമല്ല. ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ മനോഭാവത്തിന്റെ വിഷയമാണ്, കാഴ്ചപ്പാടിന്റെ വിഷയമാണ്. സ്തോത്രം. ഒരു വാക്യം മാത്രം ഞാൻ ചൂണ്ടിക്കാണിച്ച വാക്കുകൾക്ക് വിരാമം കുറിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാമത്തെ
അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 17-ാമത്തെ അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം. 17-16 15-16 വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 17, 15, 16. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരൻ ആയിരുന്നു. മതി. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. 10 പേരെന്തായി? സൗഖ്യമായി. 10 പേര് സൗഖ്യമായി. 9 പേര് അവരുടെ വഴിക്ക് പോയി. ഒരുത്തൻ മാത്രം എന്ത് ചെയ്തു? അവനെക്കുറിച്ച് അവിടെ പറയുന്നത്, അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു, അവൻ്റെ കാൽക്കൽ വീണു, അവന് നന്ദി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എത്ര കാര്യം ആ മനുഷ്യൻ ചെയ്തു! സ്തോത്രം. 1-ാമത്തെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടു. ഈ ഒരാൾ മാത്രമേ സൗഖ്യം വന്നത് കണ്ടുള്ളൂ? അല്ല, ബാക്കി 9 പേരും കണ്ടതാണ്. 10 പേരും അവരുടെ ശരീരത്തിൽ സൗഖ്യം വന്നത് എന്ത് ചെയ്തു? കണ്ടതാ. പക്ഷെ അവർ കണ്ടത് കൊണ്ടാണ് 9 പേര് എന്ത് ചെയ്തത്? അവരുടെ വഴിക്ക് പോയത്. ഈ 10 പേരിൽ 9 പേര് സൗഖ്യം കണ്ടിട്ട് അവരുടെ വഴിക്ക് പോയപ്പോൾ അതിലെ ഒരുത്തൻ യേശുവിൻ്റെ അടുക്കലോട്ട് മടങ്ങി വരികയാണ്. എന്നിട്ട് അവൻ എന്താ ചെയ്തത്? മടങ്ങി വരുന്നത് ചുമ്മാ മടങ്ങി വരികയല്ല, ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു, അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണു, അവന് നന്ദി പറഞ്ഞു. ഈ മനുഷ്യനോട് നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മടങ്ങി വന്ന് ചെയ്തത്? ബാക്കിയുള്ളവരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ട് അവരവരുടെ വഴിക്ക് പോകുമ്പോൾ ഈ മനുഷ്യനെ മടക്കി കൊണ്ടുവന്നത് എന്താണെന്നറിയാമോ? ഒറ്റവാക്കിൽ ഞാൻ പറയാം, വിടുതൽ കണ്ടവരൊക്കെ മടങ്ങിപ്പോയി, പക്ഷേ വിടുവിച്ചവനെ കണ്ടവനാണ് വിടുവിച്ചവന്റെ അടുക്കൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. കേവലം ചില ദൈവിക വിടുതലുകൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വിടുതൽ പ്രാപിച്ചവരൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ ടാറ്റ പറഞ്ഞു പോകും. പക്ഷേ ഈ മനുഷ്യന് പോകാൻ പറ്റാത്തതിന്റെ കാര്യം, അവൻ വിടുതൽ മാത്രമല്ല കണ്ടത്, വിടുവിച്ചവനെ കൂടി കണ്ടു. ഇന്ന് പകലിൽ സ്വന്തം ബലം കൊണ്ട് ഇവിടം വരെ എത്തിയ ആരും ദൈവത്തെ സ്തുതിക്കണ്ട. പക്ഷേ കർത്താവിന്റെ കൃപ കൊണ്ടാണ് ഇവിടം വരെ എത്തിയതെന്ന തിരിച്ചറിവ്, എൻ്റെ ദൈവം എന്നെ താങ്ങി നടത്തിയതാണെന്ന തിരിച്ചറിവ്, ഈ കാണുന്ന നന്മകളെല്ലാം ദൈവത്തിന്റെ അനുമതിയോടുകൂടി ലഭ്യമായതാണെന്നുള്ള തിരിച്ചറിവ് നന്ദി പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ, വിടുവിച്ചവനെ കണ്ടവർക്ക് മാത്രമേ നന്ദി പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ വിശേഷിച്ച് കാണാനൊന്നുമില്ല, ഇവിടെ നമുക്ക് വിശേഷിച്ച് അങ്ങനെ കേൾക്കാനായിട്ട് വ്യത്യസ്തതയൊന്നുമില്ല. എങ്കിലും അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് പാസ്റ്ററെ ബോധിപ്പിക്കാനോ അടുത്തിരിക്കുന്നവരെ ബോധിപ്പിക്കാനോ അല്ല. കഴിഞ്ഞ ഒരാഴ്ച കൂടി കർത്താവ് നമ്മെ കരങ്ങളിൽ താങ്ങിയതോർത്ത് ഇവിടെ നടക്കുന്ന ഡീലിങ്സ് മുഴുവൻ സഭക്കാരുമായിട്ടുള്ളതല്ല, ആലയത്തിന്റെ അകത്ത് നടക്കേണ്ട ഡീലിങ്സ് കർത്താവുമായിട്ട്. അങ്ങനെയെങ്കിൽ കരങ്ങൾ ഉയർത്തി അതരങ്ങൾ തുറന്ന് സന്തോഷത്തോടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഈ നന്ദി തന്നെ പല നിലകളിലുണ്ട്. നന്ദി പറയണം, നന്ദി പറയണം. അതല്ല ഇവിടെ നമ്മൾ പറഞ്ഞത്, അവൻ നന്ദി പറഞ്ഞു. ഇനി അതിന്റെ അടുത്ത ഒരു തലമുണ്ട്. റോമാലേഖനം 1:21, റോമർ 1:21. അതാണ് നന്ദി കാണിക്കുക എന്ന് പറയും. നന്ദി കാണിക്കുക. 1 നന്ദി പറയുക, 2 നന്ദി കാണിക്കുക. റോമർ 1:21 വിശദീകരിക്കുന്നില്ല. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും മനസ്സിൽ കുറിച്ചുകൊള്ളുക. നന്ദിയുടെ തന്നെ പല പല മേഖലകളുണ്ട്, അല്ലെ പല തട്ടുണ്ട്, പല വേഷനുണ്ട്. അതിൽ 1 നന്ദി പറയുക, 2 നന്ദി കാണിക്കുക. വിശദീകരിക്കുന്നില്ല. 3-ാമതൊന്നുണ്ട്, നന്ദിയുള്ളവരായിരിക്കുക. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം ഞാൻ അവസാനിപ്പിക്കട്ടെ. കൊലോസ്യർ 3:10. താഴേക്ക് വായിച്ചു വരുമ്പോൾ നന്ദി 3:15. അതെ, ആ വാക്യം 15-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്, നന്ദിയുള്ളവരായിരിപ്പീൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യം ബോധ്യപ്പെട്ടു?
3 പദങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിച്ചു വയ്ക്കണം. ഒന്ന്, നന്ദി പറയുക. ഒന്ന് പറഞ്ഞേ, നന്ദി പറയുക. രണ്ടാമത്തേത് നന്ദി കാണിക്കുക. മൂന്നാമത്തേത് നന്ദി ഉള്ളവരായിരിക്കുക. ഇത് കേൾക്കുമ്പോഴെല്ലാം ഒരുപോലെ തോന്നും, പക്ഷേ ഒരുപോലെയുള്ളതല്ല. ഇവിടെയാണ് വ്യാഖ്യാനങ്ങൾ വേണ്ടത്, ഇവിടെയാണ് വിശദാംശങ്ങളിലോട്ട് നമ്മൾ കടക്കേണ്ടത്. നന്ദി പറയുക എന്ന് പറഞ്ഞാൽ അതിനകത്തെ അർത്ഥം എന്താ? വയ്യാതെ വണ്ടിയെ വലിഞ്ഞു കയറി ഭയങ്കര തിരക്കാണ്. അപ്പം നമ്മുടെ വയ്യാഴിയെ, നമ്മുടെ ആ നിപ്പും പരുവും എല്ലാം കണ്ടപ്പം സീറ്റിൽ ദീർഘദൂരം പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് കയറിയ ഒരാളാണ്. പ്രായമുള്ള ഒരാളെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അടുത്ത ഒരു അധികം ദൂരമല്ലാതെ ഇറങ്ങേണ്ട ഒരാളാണ്. അന്നേരം ആ ആൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ബുദ്ധിമുട്ടുള്ള നമ്മളെ ആ സീറ്റിൽ എന്ത് ചെയ്തു? ഇരുത്തി. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം വന്നപ്പോൾ നമ്മളോട് നമുക്ക് വേണ്ടി സീറ്റ് ഒഴിഞ്ഞു തന്ന ആൾ അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലമായി, ഇനി എന്ത് ചെയ്തു? ഇവിടെ ഇരുന്നു. ഉടനെ നമ്മൾ അദ്ദേഹത്തോട് എന്ത് പറയും? താങ്ക്സ് കേട്ടോ, ഒത്തിരി ഉപകാരമുണ്ട്, കാലിന് തീരെ വയ്യായിരുന്നു, തീരെ ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾ ബുദ്ധിമുട്ട് കണ്ട് എന്നെ നിങ്ങളുടെ സീറ്റിൽ ഇരുത്തിയത് കൊണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട്, നന്ദി പറഞ്ഞിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? ഇറങ്ങും. അപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു? ഇരിക്കാൻ സീറ്റ് തന്നാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, അതിനുള്ള അത്രയും കാര്യമുള്ളൂ. പിന്നീട് നമ്മൾ ഒത്തിരി എപ്പോഴും ആ മനുഷ്യനെ ഓർക്കണമെന്നൊന്നും നിർബന്ധം ഇല്ല. നന്ദി പറഞ്ഞു. എന്നാൽ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കണം. എന്താണ് ഈ നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ? തിരുവെഴുത്തിൽ അതിനും തെളിവുണ്ട്. നന്ദി പറയുന്നത് വേറെ, നന്ദി കാണിക്കുന്നത് വേറെ. ലാസർ ഉയർത്തെഴുന്നേറ്റു. നാറ്റം വെച്ച ലാസറിനെ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? 4-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. യോഹന്നാൻ 12-ൽ അവര് പന്തിക്കിരിക്കുമ്പോൾ കല്ലറയിൽ അഴുകിത്തീരേണ്ട ലാസറും ആ പന്തിയിലുണ്ട്. അവളുടെ സഹോദരി യേശുവിൻ്റെ കാൽക്കൽ എന്ത് ചെയ്തു? 300 വെള്ളിക്കാശ് വില വരുന്ന ഒരു വെങ്കൽ ഭരണിയിലെ തൈലം മുഴുവൻ പൊട്ടിച്ച് യേശുവിൻ്റെ കാൽക്കൽ എന്ത് ചെയ്തു? ഒഴിച്ച് അവളുടെ തലമുടി കൊണ്ട് തുവർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നവരെല്ലാം പറഞ്ഞു, ദരിദ്രന്മാർ ഒത്തിരി പേരുണ്ട്, ഈ വെറും ചെലവിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്. ഒരു വർഷം അധ്വാനിച്ച് സമ്പാദിച്ച സമാഹരണം കൂട്ടിവെച്ചാൽ കിട്ടുന്ന തുകയ്ക്ക് വാങ്ങിച്ചതാണ് ഈ 300 വെള്ളിക്കാശിന്റെ വിലയുള്ള ആ വെങ്കൽ ഭരണിയിലെ തൈലം. അത് മുഴുവൻ ഈ പൊട്ടിച്ചിവിടെ ഒഴിച്ച് വെറുതെ കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അത് കാഴ്ചക്കാർക്ക് അങ്ങനെ തോന്നും. പക്ഷേ അവളുടെ സഹോദരിയോട് ചോദിച്ചാൽ അവൾക്ക് പറയാൻ ഒന്നുണ്ട്. കല്ലറയിൽ നാറ്റം വെച്ചഴുകിത്തീരേണ്ട ഞങ്ങൾ അനാഥത്വത്തിന്റെ പിടിയിലാകാമായിരുന്നു. അപ്പനില്ല, അമ്മയില്ല, ഏക ആശ്രയം ഞങ്ങളുടെ സഹോദരനായിരുന്നു. പക്ഷെ അവൻ മരിച്ചുപോയെങ്കിലും കല്ലറയ്ക്കകത്തുനിന്ന് അവനെ ജീവനോടെ ഞങ്ങൾക്ക് മടക്കി തന്ന കർത്താവിനോട് ഒറ്റ താങ്ക്സ് പറഞ്ഞാൽ തീരത്തില്ല. ഇത് പറഞ്ഞാൽ തീരുന്നതല്ല, നന്ദിയായി ചിലതൊക്കെ കാണിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഉപകാരങ്ങളുടെ ശ്രേഷ്ഠത കൂടുന്തോറും പറച്ചിൽ നന്ദി കാണിക്കുന്ന ഒരു ഭാവമായിട്ട് മാറണം. കല്ലറയ്ക്കൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വാർത്ത പറഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള യേശു എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ കൊണ്ടുപോയ തൂണുകളായി എണ്ണപ്പെടേണ്ട 3 പേരുണ്ട്. അവരെ മാത്രം പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിൽ കർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ പ്രഭാതത്തിൽ കല്ലറ ശൂന്യമായിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോ ശിഷ്യന്മാരിൽ പലരും വന്നു, ഈ പ്രധാനികളും വന്നു. യേശു അവിടെ ഇല്ല എന്ന് കണ്ട് കല്ലറയുറപ്പാക്കി അവരൊക്കെ അവരുടെ പാർപ്പിടങ്ങളിലോട്ട് മടങ്ങുമ്പോൾ ഇവരെ വിവരമറിയിക്കുവാൻ ഇടക്കാലത്ത് കല്ലറ വിട്ടുപോയ സ്ത്രീ പിന്നെയും വന്ന് കല്ലറയ്ക്കൽ തന്നെ നിൽക്കുകയാ. നമുക്കവളെ വിളിച്ചൊരു ഇന്റർവ്യൂ ചെയ്യാം. എല്ലാവരും പോയില്ലേ? കൂടെ നടന്ന ശിഷ്യന്മാര് പോയില്ലേ? തൂണുകളായി എണ്ണപ്പെടാൻ വിശേഷാൽ കർത്താവ് കൂടെ നിർത്തിയ 3 പേരും കണ്ടുറപ്പാക്കി പോയില്ലേ? പിന്നെ നീ ഒരുത്തി മാത്രം ഇവിടെ അവശേഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാനുണ്ട്, 7 ഭൂതങ്ങളാൽ ലക്ഷ്യബോധമില്ലാത്തവളായി ഈ നാട്ടിൽ അലഞ്ഞ എന്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കി തന്നയാളായത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞിട്ടും ഉറപ്പാക്കിയിട്ടും പോകുന്നത് പോലെ എനിക്ക് പോകാൻ പറ്റത്തില്ല. അവൾ അവിടെ നിൽക്കുക
നിൽക്കുന്നതിന്റെ അർത്ഥം അവൾ യേശുവിനോട് നന്ദി കാണിക്കുകയാ. ഈ വർഷത്തിന്റെ അവസാനം പറയാനുള്ളവർ പറഞ്ഞോണം, നന്ദി കാണിക്കാനുള്ളവർ കാണിച്ചോണം. ഇന്ന് പകൽ ഇവിടെ വെങ്കൽ ഭരണിയൊന്നും പൊട്ടിച്ചൊഴിക്കണ്ട. അതരത്തിൽ നിന്ന് ആത്മാർത്ഥമായി സ്തോത്രം വരുന്നെങ്കിൽ, കരമടിക്കാൻ അകത്തൊരു പ്രേരണ കിട്ടുന്നെങ്കിൽ, കരമുയർത്താൻ ഒരു പ്രേരണ കിട്ടുന്നെങ്കിൽ, അത് കർത്താവിന്റെ മുൻപാകെ ചെയ്യാൻ നാം മനസ്സു കാണിക്കുമ്പോൾ ഒരർത്ഥത്തിൽ നാം കർത്താവിനോട് നന്ദി കാണിക്കുകയാണ്. തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഇന്ന് പകലിൽ പറഞ്ഞു തീരാനുള്ള ഉപകാരമേ കർത്താവ് നമുക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ ഒറ്റ സ്തോത്രം പറഞ്ഞു നിർത്തിക്കോളൂ. അല്ല, ചിലതൊക്കെ കാണിക്കണം. കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരം അത്ര വലുതാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിവുള്ള പ്രിയപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഒരു തൊഴിലുമില്ലാതെ നമ്മൾ ഇവിടെ അലയുമ്പം നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ നമ്മളെ വിളിച്ച് ഗൾഫിലോട്ടൊരു ജോലിയൊക്കെ തരപ്പെടുത്തി വിസായും ടിക്കറ്റും ഒക്കെ എടുത്തു തന്ന് കുടുംബത്തിൻ്റെ ഗതികേട് മാറ്റി നമ്മൾ അവിടെ ചെന്നിട്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ തീരുവാ കടപ്പാട്? ഒരിക്കലുമില്ല. വട്ടക്കൊട്ട വെള്ളം കോരുമ്പം ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുന്ന നമുക്ക് ജോലി തരപ്പെടുത്തി വിസായും ടിക്കറ്റും എടുത്തു തന്ന ആ ഒരു വ്യക്തിയോട് നമ്മൾ നന്ദി പറഞ്ഞാൽ തീരത്തില്ല. നന്ദി നമ്മൾ കാണിക്കണം. മടങ്ങി വരുമ്പോൾ കാണിക്കണം. ഏതെങ്കിലും ഒക്കെ നിലയിൽ അത് പ്രകടമാക്കണം. എത്ര പേർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. മൂന്നാമത്തെ ഭാഗമാണ് നന്ദി ഉള്ളവരായിരിക്കുക. ഉള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ഒരർത്ഥമുണ്ട്. നമ്മുടെ ഈ സെന്ററിൽ തന്നെ നമുക്കറിയാം, അനിൽ പാസ്റ്ററുടെ വൈഫ് തൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ആ പ്രത്യേക സന്ദർഭത്തിൽ നമുക്കറിയാം തൻ്റെ ഒരവയവം ആ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്തു? ദാനം ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒത്തിരി അവയവദാനങ്ങൾ നടക്കുന്നുണ്ട്. കിഡ്നിയൊക്കെ പോയവർക്ക് വേണ്ടി ചിലർ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? ദാനം ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ അത്തരത്തിലൊരു അവസ്ഥ ഉണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, അങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. ഒരാളുടെ ഒരു അവയവം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരാൾ നമുക്ക് തന്ന്, ഇപ്പം നമ്മൾ ജീവിക്കുന്നത് വേറൊരാളുടെ കരുണ കൊണ്ട് അദ്ദേഹം തന്ന ഒരു അവയവത്തിലാണ് എങ്കിൽ പറഞ്ഞാൽ അത് തീരുവോ? എന്തേലും കാണുമ്പോൾ കൈപൊക്കി കാണിച്ചാൽ അത് തീരുവോ? ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്താൽ അത് തീരുവോ? ഇല്ല. ജീവനുള്ള കാലഘട്ടത്തോളം അങ്ങനെ ഒരു അവയവദാനം നടത്തിയ ഒരാളോട് നമ്മൾ നന്ദി ഉള്ളവരായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അത് പറഞ്ഞാൽ തീരാൻ പറ്റത്തില്ല, കാണിച്ചു തീർക്കാൻ പറ്റത്തില്ല. പിന്നെയോ നമ്മുടെ മനോഭാവം കൊണ്ട് നമ്മൾ അത് പ്രകടമാക്കുകയേ വഴിയുള്ളൂ. ഇന്ന് പകലിൽ ഇതിലേതാണ് നമുക്ക് കർത്താവിന് ചെയ്യാൻ പറ്റുന്നത് എന്ന് അവരവർ തന്നെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ഈ പകലിൽ ആ ഒരു തിരിച്ചറിവാണ് സ്തോത്രത്തിലോട്ട് നമ്മളെ നടത്തേണ്ടത്. ആ ഒരു തിരിച്ചറിവാണ് സ്തുതിയിലോട്ട് നമ്മളെ നടത്തേണ്ടത്. അല്ലാതെ പ്രസംഗത്തിനിടയ്ക്ക് കൈപൊക്കി ഹല്ലേലൂയ പറയുമ്പോൾ ആർക്കാണ്ടും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ കൈപൊക്കി സ്തോത്രം പറഞ്ഞിട്ടുള്ള സ്തോത്രം വാങ്ങിച്ചിട്ടൊന്നും ദൈവമായവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇന്നിവിടെ കൂടി ആരും കരമടിച്ചില്ലേലും, ആരും പാട്ടുപാടിയില്ലേലും, ആരും സ്തോത്രം പറഞ്ഞില്ലേലും നമ്മുടെ ദൈവത്വത്തിന്റെ പ്രൗഢിയൊന്നും, നമ്മുടെ കർത്താവിന്റെ ദൈവത്വത്തിന്റെ പ്രൗഢിയൊന്നും കുറഞ്ഞു പോകത്തില്ല. ആരാധകരുടെ എണ്ണം കൂടുമ്പോൾ ആരാധ്യനായവനല്ല നമ്മുടെ കർത്താവ്. ഈ ഉലകത്തിൽ ആരും നമ്മുടെ കർത്താവിനെ ആരാധിക്കാനില്ലെങ്കിലും അവൻ ആരാധ്യനാണ്. തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആളുകളുടെ ആരാധകരുടെ എണ്ണം കൂടുമ്പോൾ ആരാധ്യരാകുന്ന ഒത്തിരി പേരുടെ നടുവിൽ നമ്മുടെ കർത്താവ് അങ്ങനെ ആരാധ്യനായവനല്ല. എണ്ണം കൂടിയത് കൊണ്ട് ആരാധ്യനായവനല്ല. നമ്മൾ നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ടാണ്. ഞാൻ അർപ്പിക്കുന്ന സ്തോത്രം, ഞാൻ അർപ്പിക്കുന്ന ആരാധന സ്വീകരിക്കുവാൻ എന്റെ കർത്താവ് യോഗ്യനാണെന്ന തിരിച്ചറിവ്, ഒരു കാലത്ത് അയോഗ്യനായിരുന്ന എന്നെ എന്റെ കർത്താവ് യോഗ്യനാക്കി തീർത്തു എന്ന തിരിച്ചറിവ്, ഈ പകൽ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ കർത്താവിന് നന്ദി പറയാൻ അത് നമുക്ക് പ്രാപ്തി തരട്ടെ. ദൈവത്തിന്റെ മക്കളായിരുന്ന മാനവകുലം പാപം ചെയ്ത് പിശാചിന്റെ മക്കളായി തീർന്നപ്പോൾ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് വേണ്ടി കാൽവറി കുലക്കളത്തിൽ വിട്ടുതന്നില്ലേ?
ദൈവപുത്രൻ എന്തിനാ മനുഷ്യപുത്രനായെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ പറയാം, മനുഷ്യപുത്രരായി തുടരുന്ന നമ്മളെ ദൈവത്തിന്റെ പുത്രീപുത്രന്മാരാക്കി തീർക്കാൻ എന്റെ ദൈവത്തിന് തന്റെ പുത്രനെ മനുഷ്യപുത്രനാക്കേണ്ടി വന്നു. ഇന്ന് പകലിൽ എന്തിന്? മനുഷ്യപുത്രന്മാരായിരുന്ന നമ്മളെ ദൈവപുത്രന്മാരാക്കാൻ ദൈവപുത്രനായിരുന്നവൻ മനുഷ്യപുത്രനായി അവതരിച്ച ആ വസ്തുതയെ നമ്മുടെ അകങ്കണ്ണുകൊണ്ട് കാണാൻ പറ്റിയാൽ അവിടെയാണ് നമ്മുടെ കണ്ടമിടറി നമുക്ക് സ്തോത്രം പറയാനായിട്ട് പറ്റുക. പാപത്തിന്റെ കഠോരമായ ശിക്ഷ കർത്താവ് നമ്മുടെ മേൽ ചുമത്തിയാൽ നമ്മളിൽ എത്ര പേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? ഇല്ല, ആർക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ. അത്ര കഠിനമായ ശിക്ഷയാണ് പാപത്തിന്റെ ശിക്ഷ. പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണമാണ്. പ്രിയപ്പെട്ടവരെ, നാം ചെയ്ത തെറ്റിനൊക്കെ കർത്താവ് നമുക്ക് തല്ല് തരാൻ നോക്കിയാൽ, അടി തരാൻ നോക്കിയാൽ തല്ല് വാങ്ങിക്കാനേ നമുക്ക് സമയം കാണത്തുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇടയ്ക്ക് നമ്മുടെ കർത്താവ് കയറി നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മൾ വിചാരിച്ച നമ്മൾ ചെയ്തൊന്നും കർത്താവ് അങ്ങനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. ഇന്നല്ലേ നാളെ നമ്മൾ ശരിയാകുമെന്ന് ഓർത്ത് പുത്രൻ തമ്പുരാൻ ഇടയ്ക്ക് കയറുന്നുകൊണ്ടാ പല തല്ലും തട്ടിപ്പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു ഗുണം കൊണ്ടൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കർത്താവ് കരുണാസമ്പന്നനായത് കൊണ്ടാണ്. ഹല്ലേലൂയ. അത് മാത്രം മനസ്സിലാക്കാൻ ക്രൂശിലോട്ട് നോക്കിയാൽ മതി. ആപാദചൂടം തകർന്നു കിടക്കുന്ന ക്രിസ്തുവിനെ ഒന്ന് കണ്ടു നോക്കിക്കേ. ആ ഒരൊറ്റ കാഴ്ച മതി നമുക്ക് നന്ദി പറയാൻ. നമുക്കൊരു ജീവിതം തരാൻ നമ്മുടെ കർത്താവിന് ജീവനെ വെടിയേണ്ടി വന്നു. നമ്മുടെ മുറിവ് കെട്ടാൻ നമ്മുടെ കർത്താവിന് മുറിപ്പാടേക്കേണ്ടി വന്നു. നമ്മളെ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ സകലത്തിൻ്റെയും കാരണഭൂതനായവൻ നഗ്നനാകേണ്ടി വന്നു. കാൽവറിയിൽ നഗ്നനായി നമ്മളെ ഉടുപ്പിക്കാനാ. മുറിവേറ്റത് നമ്മുടെ മുറിവ് കെട്ടാനാ. മരിച്ചത് നമുക്കൊരു ജീവൻ തരാനാണ്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഇന്ന് പകലിൽ അത് മാത്രം ഓർത്താൽ പോരെ. അധമപാതാളത്തിന്റെ ആടുകളായി, മൃത്യു മേയിക്കുന്ന ആടുകളായിരുന്ന നമ്മളെ അതിൽ നിന്നും വഴിമാറ്റി യഹോവ എന്റെ ഇടയനാകുന്നുവെന്ന് പറയത്തക്ക നിലയിൽ നമ്മുടെ ഇടയനായി നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ഈ വർഷം മുടങ്ങിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ചിലതിനൊക്കെ കാലതാമസം വന്നിട്ടുണ്ട്. എന്തെങ്കിലും കർത്താവ് മുടക്കിയിട്ടുണ്ടോ? മുടക്കിയിട്ടുണ്ടെങ്കിൽ തിരുത്തലുകൾക്ക് വേണ്ടിയായിരിക്കാം. മുടക്കിയിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതിന് വേണ്ടിയായിരിക്കാം. അതല്ലാതെ നമ്മുടെ കർത്താവ് നമുക്കൊന്നും മുടക്കിയിട്ടില്ല. അത്രയ്ക്ക് നല്ല കർത്താവിനെ നമ്മുടെ ആയുസ്സിന്റെ ദിനങ്ങളിൽ കണ്ടുമുട്ടുവാൻ കർത്താവ് തന്ന പദവി എത്രയോ ശ്രേഷ്ഠകരമാണ്. ഹല്ലേലൂയ. ഒരു തുള്ളി വെള്ളം പോലും പടകിനകത്ത് കയറാതെ, ഒരു ചെറിയ മന്ദമാരുതൻ പോലും ഇവര് സഞ്ചരിച്ച പടകിലടിക്കാതെ ഇവരെ അക്കരെ എത്തിക്കാനായിട്ട് കരുത്തുള്ള കർത്താവല്ലേ ഈ പടകിന്റെ അമരത്ത് തലയായി ചുറങ്ങുന്നത്? യേശുവുള്ള പടകിലല്ലേ കാറ്റടിച്ചത്? യേശുവുള്ള പടകല്ലേ വട്ടം കറങ്ങിയത്? യേശുവുള്ള കടയിലല്ലേ, ആ പടകിലല്ലേ ഉപ്പുവെള്ളം അടിച്ചു കയറിയത്? സ്തോത്രം. അപ്പൊ ന്യായമായിട്ടും ചോദിക്കാം, യേശു ഉണ്ടായിട്ടും ഉപ്പുവെള്ളം പടകി കയറിയില്ലേ? യേശു ഉണ്ടായിട്ടും കാറ്റടിച്ചില്ലേ? യേശു ഉണ്ടായിട്ടും ലക്ഷ്യം തെറ്റി കറങ്ങിയില്ലേ? അതൊക്കെ ശരിയാണെന്നേ. പക്ഷെ യേശു ഉള്ളതിന്റെ മഹത്വം കാറ്റടിക്കാത്തതല്ല. യേശു ഉള്ളതിന്റെ മഹത്വം വെള്ളം പടകിൽ കയറാത്തതല്ല. യേശു ഉള്ളതിന്റെ മഹത്വം വട്ടം കറങ്ങാഞ്ഞതല്ല. യേശു ഉള്ളതിന്റെ മഹത്വം അറിയണമെങ്കിൽ അതിന്റെ കൂടെ കുറെ ചെറുപടകുകളും ഇവരെ അനുധാവനം ചെയ്തിരുന്നു. പക്ഷേ കാറ്റ് മുറുകിയപ്പം, കോള് പെരുകിയപ്പം അവരൊക്കെ അവരുടെ വീട്ടിൽ പോയി. പക്ഷെ യേശു ഉള്ള ഒരു പടക് മാത്രമേ അക്കരെ തീരമണഞ്ഞുള്ളൂ. നമ്മളെ പലരെയും മടക്കി കൊണ്ടുപോകാൻ ശത്രു എത്രയെത്ര പണികൾ നോക്കിയതാ. പക്ഷേ ഇന്നും നമ്മുടെ യാത്ര മുൻപോട്ട് തന്നെയല്ലേ. ഒരു റിവേഴ്സ് ഗിയർ ഇടേണ്ട ഗതികേട് ദൈവം നമുക്ക് വരുത്തിയില്ലല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് കർത്താവ് നമ്മളെ നടത്തിയല്ലോ. അതിനപ്പുറം അതിനകത്തൊരു ദൂതുണ്ട്. കാറ്റടിക്കാതെ, വെള്ളം കയറാതെ, ലക്ഷ്യം തെറ്റാതെ ഇവരെ അക്കരെ എത്തിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു. എന്നിട്ടും ഇതൊക്കെ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. എടാ, കാറ്റടിച്ചാലും നിന്നെ അക്കരെ എത്തിക്കാൻ കരുത്തുള്ളവൻ പടകിലുണ്ട്. വെള്ളം പടകിൽ കയറിയാലും നിന്നെ അക്കരെ എത്തിക്കാൻ കരുത്തുള്ള ഒരുവൻ പടകിലുണ്ട്. യാത്രകളിൽ നീ ഇടയ്ക്കൊന്ന് കറങ്ങിയാലും നീ മടങ്ങിപ്പോകാതെ അക്കരെ എത്തിക്കാൻ
സഹിക്കാൻ കരുത്തുള്ള ഒരുവൻ നിന്റെ പടകിലുണ്ടെന്ന് നിനക്കൊരു തിരിച്ചറിവ് തരാനാ ഇന്ന് പകലിലും ചില കാറ്റുകൾ അടിച്ചു നിൽക്കുന്നത്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ അകത്തു കയറട്ടെ. ഇത് സംഭവിച്ചപ്പോൾ ശിഷ്യന്മാർ അവന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ. ആ തിരിച്ചറിവ് അവരുടെ അകത്ത് കിട്ടിയത് പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോഴല്ല, അവര് സഞ്ചരിച്ച പടകിൽ കാറ്റടിച്ചപ്പോഴാ. നമ്മുടെ പടകിൽ കാറ്റടിക്കുന്നത് നമ്മുടെ കർത്താവ് ആരാണെന്ന് നാട്ടുകാർക്ക് വെളിപ്പെടുത്താനല്ല, നമുക്ക് വെളിപ്പെടുത്താനാ. ഇന്ന് പകലിൽ നമ്മുടെ അകത്തിരിക്കുന്നവൻ എത്ര വലിയവനാണ്, ആ തിരിച്ചറിവിൽ ഒരു സ്തോത്രം ഇന്ന് പകലിൽ പറയാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. അവരോടുകൂടെ മാംസഭുജമേ ഉള്ളൂ. നമ്മുടെ കൂടെയോ നമ്മുടെ യുദ്ധങ്ങളെ ഏറ്റെടുത്തു നടത്തുവാനും നമുക്ക് ജയം തരുവാനും കഴിയുന്ന ഒരുവൻ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ആ കർത്താവിന് ഇന്ന് പകലിൽ നന്ദി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കണ്ണുകളടയ്ക്കാം, ദൈവകരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. പറയേണ്ടവർക്ക് പറയാം, നന്ദി കാണിക്കേണ്ടവർക്ക് കാണിക്കാം. നന്ദി ഉള്ളവരായിരിക്കേണ്ടവർക്ക് നന്ദിയുള്ളവരായിരിക്കാം. ഏതായാലും ഒരു കാര്യം തിരിച്ചറിയണം, ഒരായുസ് മുഴുവൻ ഇരുന്ന് സ്തോത്രം പറഞ്ഞാലും തീരാത്ത നന്മകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തീരത്തില്ല, കാണിച്ചും തീരത്തില്ല. ആയുസ്സിൻ കണ്ണടയും വരെ നന്ദി ഉള്ളവരായിരിക്കാൻ ഒരു കൃപ ഇന്ന് പകലിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഹല്ലേലൂയ. നന്ദിയുള്ളവരായിരിക്കാൻ ഒരു കൃപ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനോട് ചോദിക്കാം. ഹല്ലേലൂയ. കണ്ണുകൾ മൂടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നന്ദി പറയുന്നതിൽ പലപ്പോഴും നമ്മൾ പിശുക്ക് കാണിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഒത്തിരി മുൻപിലാണ്. പക്ഷേ നന്ദി പറയുന്നതിൽ ഒത്തിരി നമ്മൾ പിശുക്ക് കാണിക്കാറുണ്ട്. സ്വർഗത്തിൽ ആരോ ഒരിക്കൽ പറഞ്ഞതുപോലെ ഒരു ഭാവനയിൽ വായിക്കുകയുണ്ടായി. ഒത്തിരി ദൂതന്മാരുണ്ട്, ഓരോ സെക്ഷന്റെ ചുമതല ഓരോ ദൂതന്മാർക്ക് കൊടുത്തിരിക്കുക. ഇതെല്ലാം കൂടെ ഒരാളെ കൊണ്ട് കാണിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരു ദൂതൻ ഭയങ്കര തിരക്കോടെ എന്തൊക്കെയോ നോട്ട് ചെയ്യുന്നു, എന്താ ഈ ദൂതൻ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഭൂമിയിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളൊക്കെ രേഖപ്പെടുത്തുന്ന ദൂതന. അദ്ദേഹത്തിന് 24 മണിക്കൂറും പണിയാണ്, തിരക്കോടുകൂടി എഴുത്ത്, കാര്യം അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഓരോ സെക്ഷൻ മാറ്റി മാറ്റി ഒരിടത്ത് ചെന്നപ്പോൾ ഒരു ദൂതൻ ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ പുള്ളി ചോദിച്ചു, അതന്നെ ഈ ദൂതൻ മാത്രം ഇവിടെ ഒന്ന് ഉറങ്ങുന്നേ. ഉടനെ കൂട്ടിക്കൊണ്ടുപോയ ആൾ പറഞ്ഞു പോലും, ഇത് ഈ പ്രാർത്ഥനയുടെ മറുപടിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് തിരിച്ച് നന്ദി പറയുന്നത് രേഖപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ദൂതന. അങ്ങനെയൊന്നും മിക്കവാറും നന്ദി എത്താറില്ല, വല്ലപ്പോഴും ഒക്കെ എന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരന് വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞു. അതല്ലേ സത്യം. നമ്മളൊക്കെ സ്തോത്രം പറയാൻ തുടങ്ങിയാൽ, നന്ദി പറയാൻ തുടങ്ങിയാൽ എന്തോരം പറയാനുണ്ട്. പക്ഷേ പ്രാപിച്ചതിനനുസരിച്ച് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് പകലിൽ മടങ്ങിവരവിന് ഒരു മുഖാന്തരമായി തീരട്ടെ. കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് സകല ജനവും കാണുക യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം കേട്ട ഞങ്ങളുടെ മക്കളെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.